അസ്വസ്ഥപ്പെടുന്നത് എന്തിനാണ്? എന്നു മുതലാണ് ജമാഅത്തെ ഇസ്ലാമി ഭീകരരായി മാറിയതെന്ന് മലയാളികളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 3 പതിറ്റാണ്ടു കാലം ജമാഅത്തെ ഇസ്ലാമിയുമായി സംസാരിക്കുകയും പിന്തുണ വാങ്ങുകയും ജമാഅത്തിന്റെ വോട്ടിന്റെ ബലത്തിൽ ജയിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് അവരെ RSSുമായി സമീകരിക്കുന്നതെന്ന് ജമാഅത്ത് അമീർ വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമി എന്നു മുതലാണ് ഭീകര പ്രസ്ഥാനമായത്? 2004-ലും 2006-ലും 2009-ലും 2011-ലും 2015-ലുമെല്ലാം ജമാഅത്തുമായി ഒപ്പുവെച്ച് ചർച്ച നടത്തി ജമാഅത്ത് പിന്തുണ CPM ആർജിച്ചിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലും മധുരയിലും രാജസ്ഥാനിലെ സിഗറിലുമെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. 2024 ശേഷമാണോ ജമാഅത്തെ ഭീകരരായതെന്നും ജമാഅത്ത് അമീർ P. മുജിബ് റഹ്മാൻ ചോദിച്ചു. സമ്മേളനത്തിൽ GIO സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തമന്ന സുൽത്താന അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. ഫ്രണ്ട്സ് ഓഫ് അൽ അക്സ സ്ഥാപകൻ ഡോക്ടർ ഇസ്മായിൽ പട്ടേൽ, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ദേശീയ സെക്രട്ടറി റഹ്മത്തുനിസ, നാഷണൽ ഫെഡറേഷൻ ഓഫ് യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ CD ഷുഹൈബ്, നാഷണൽ ഫെഡറേഷൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു എന്നുള്ള വാർത്തയാണ്. ഇനി ആര് കിടന്ന് കരഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പാലക്കാടും കൊണ്ടുപോയി, അതുപോലെ തന്നെ വയനാടും കൊണ്ടുപോയി. പക്ഷേ ആരെന്ത് കൊണ്ടുപോയാലും ഇന്ത്യ ഇങ്ങനെ തന്നെ നിൽക്കും. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് മതേതര രാജ്യമാണ്. ഇവിടെ ഒരു വിഭാഗം കുറച്ചു കാലം ഭരിക്കും, അത് കഴിഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗം ഭരിക്കും. ഇങ്ങനെ കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ ആ ഒരു സ്വഭാവം, ആ ഒരു രാഷ്ട്രീയത്തിന്റെ നിലപാടും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അവരുടെ കാലുമാറ്റവും മറ്റുമൊക്കെ. ഇതിൽ വിഡ്ഢികളാകുന്ന സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളും. തിരഞ്ഞെടുപ്പ് വരുന്ന സമയമാണ് ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആ പ്രിയപ്പെട്ട നേതാക്കന്മാർ വീടുകളിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും അതുവരെയും നമ്മുടെ വീട് അവിടെ ഉണ്ടോ എന്ന് തന്നെ അവർക്ക് അവരുടെ കണ്ണിൽ കാണാത്ത ആ വീടുകളിലൊക്കെ കയറി ചെന്ന് അവിടെ ഉള്ള അച്ഛനമ്മമാർ, അതല്ലെങ്കിൽ ഉപ്പ ഉമ്മ, ഇവരോടൊക്കെ ചേട്ടാ അതല്ലെങ്കിൽ ഉപ്പ ഒരു ഗ്ലാസ് വെള്ളം എടുക്കൂ, ആ നിസ്കാരപ്പായിടൂ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, ഇങ്ങനെയൊക്കെ ഒരുപാട് കോപ്രായങ്ങൾ കണ്ടത് തന്നെയാണ് നമ്മളെ ഈ നാട്. അങ്ങനെയാണ്. അപ്പൊ രാഷ്ട്രീയക്കാർ എന്ത് ചിന്തിക്കുന്നോ അതാണ് അവിടെ ഏറ്റവും വലിയ സംഭവം എന്ന് ചിന്തിക്കുന്ന ആ ഒരു രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷെ ജനങ്ങൾ വിധി എഴുതും. ജനങ്ങൾക്ക് ആവശ്യം അവരുടെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അപ്പോ ഇപ്പോ ഇന്ത്യ ഭരിക്കുന്നത് BJP സർക്കാരാണ്. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടാതെ എങ്ങനെയാണ് BJP ആ ഒരു സ്ഥാനം പിടിച്ചു പറ്റിയത്? അതല്ലെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പിലും BJP അവിടെ വലിയ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കി. അപ്പൊ അവിടെ ഉള്ള ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടാണ്ടാണോ അവിടെ അങ്ങനെ ഒരു വിജയം കൈവരിച്ചത് എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുകയും ഒക്കെ ചെയ്യും. കാരണം ആ ഒരു രീതികൾ അങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു തിരഞ്ഞെടുപ്പിൽ തന്നെ എത്രമാത്രം ആ ഒരു വോട്ടിംഗ് മെഷീൻ കള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഏത് ബട്ടൺ അമർത്തി കഴിഞ്ഞാലും അത് BJPയുടെ ആ ഒരു ലെവലിലേക്ക് പോകുന്ന ഒരുപാട് മെഷീനുകൾ അന്ന് പൊക്കിയെടുത്തു. അതിന്റെ മുമ്പും ഈ പറയുന്ന ആ ഒരു നരേന്ദ്രമോദി ഭരണം പിടിച്ചു പറ്റിയതും ഈ പറയുന്ന രൂപത്തിൽ തന്നെയാണ്. അപ്പോ ആ ഒരു കോണ്ടാക്ട് ഉണ്ടാക്കി വെച്ചത് 1000-ന്റെയും 500-ന്റെയും ആ നോട്ട് റദ്ദാക്കി ആ 2000-ന്റെയും 500-ന്റെയും നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുടെ ആ ഒരു അവരുടെ ആ ഒരു തന്ത്രപരമായിട്ടുള്ള ആ ഒരു ബുദ്ധി ഉപയോഗിച്ച ആ മെഷീനുകളാണ് പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തിരിച്ചറിഞ്ഞതോടുകൂടി ഇപ്രാവശ്യം BJPക്ക് വലിയ ആ ഒരു ഭൂരിപക്ഷം എന്നൊന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം കഴിഞ്ഞ ആ ഒരു പ്രാവശ്യം നരേന്ദ്രമോദി പറഞ്ഞു 400 സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് വീരവാദിളക്കി. പക്ഷേ ആ ഒരു കോൺഗ്രസിന്റെയും അതല്ലെങ്കിൽ CPMന്റെയും അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ സാധാരണക്കാർ തിരിച്ചറിഞ്ഞത് കൊണ്ട് ആ ഒരു 400 പോയിട്ട് ഒരു 250 ലെവലിൽ കിട്ടാത്തൊരവസ്ഥയിലാണ് ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ആ ഒരു കള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പല ആ ഒരു ഭരണങ്ങളും അതല്ലെങ്കിൽ അട്ടിമറി വിജയങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോ അവിടെ മഹാരാഷ്ട്രയിലെ ബാൽ താക്കറുടെ ആ ഒരു
ഇതുണ്ടായിരുന്നു. അവർ പറയുന്നു അത്ഭുതം തോന്നുകയാണ്, കാരണം BJPക്ക് അത്രയും ഭൂരിപക്ഷം അവിടെ കിട്ടിയത്. പക്ഷേ ഒരു അത്ഭുതം തോന്നാനില്ല, കാരണം BHPയുടെ അതായത് ബജ്രംഗദളിന്റെ ആ ഒരു ടീം തന്നെയാണ് BJPക്ക് ആ വോട്ടൊക്കെ മറിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഐക്യത്തോടു കൂടി തന്നെയാണ് ആ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. കാരണം ആ പറയുന്ന വ്യക്തികളുടെ ലക്ഷ്യം മഹാരാഷ്ട്ര BJPയുടെ കയ്യിൽ നിന്നും അതല്ലെങ്കിൽ ഈ പറയുന്ന ബജ്രംഗദളിന്റെ കയ്യിൽ നിന്നും പോകരുത്, അതായിരുന്നു ലക്ഷ്യം. അങ്ങനെ മഹാരാഷ്ട്രയും പിടിച്ചെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ തന്ത്രങ്ങളാണ്, എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ലൈവിൽ തന്നെ പറഞ്ഞു, എത്രയോ പടപൊരുതി നമ്മുടെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആ ഒരു സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്നും ആ ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ തുരത്തി ഓടിച്ച ടിപ്പു സുൽത്താന്റെ ചരിത്രമാണ് ഞാൻ മുൻപ് പറഞ്ഞത്. അത് കേരളത്തിലേക്ക് വ്യാപിച്ചതും പിന്നീട് കേരളത്തിൽ ഇരിക്കുന്ന സമയം പിന്നീട് മൈസൂരിലേക്ക് പോവുകയും അതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരുമായിട്ട് ഫൈറ്റ് നടക്കുകയും പിന്നീടുള്ള കാലം ടിപ്പു സുൽത്താൻ മരണപ്പെടുകയും ഒക്കെ ഉണ്ടായി. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ടിപ്പുവിന്റെ വാൾ ഈ പറയപ്പെട്ട ലണ്ടനിലേക്ക് കൊണ്ടുപോയി ലണ്ടനിൽ നിന്നും 2004 അത് ലേലം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുൻകാല ആ ഒരു ചരിത്രവും അതുപോലെ മുൻകാല ആളുകളൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഇതൊക്കെ ബ്ലണ്ടറാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ കലാഷ് പാളയം ആ ഒരു ഹോസ്പിറ്റലിനോട് ചേർന്ന്, ആ ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ മറന്നു, അതിനോട് ചേർന്നാണ് ഈ പറയുന്ന ടിപ്പു സുൽത്താൻ പാലസ് ഉള്ളത്. ആ പാലസിന്റെ ഉള്ളിൽ ടിപ്പുവിന്റെ വാളാണ്, ടിപ്പുവിന്റെ കുന്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ വാള് കണ്ടപ്പോൾ അന്ന് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചൊരു വിഷയവും ഞാൻ പറഞ്ഞിരുന്നു. കാരണം ടിപ്പുവിന്റെ കയ്യിലുള്ള ആ ഒരു ഫോട്ടോയിൽ കാണുന്ന ആ വാളല്ല ഈ പറയുന്ന പാലസിനുള്ളിൽ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഞാൻ അന്ന് പറഞ്ഞു ഇത് ടിപ്പുവിന്റെ വാളൊന്നും അല്ല. അപ്പൊ ടിപ്പുവിന്റെ ആദ്യകാല ആ ഒരു ചിത്രം ഈ പറയുന്ന ബ്രിട്ടീഷുകാർ തന്നെയാണ് ആ ചിത്രം ഇന്ന് നമ്മുടെയൊക്കെ കൈകളിൽ എത്തും വിധം അതിനെ കൃത്യമായിട്ട് ഒപ്പിയെടുത്തു. അപ്പോൾ ടിപ്പുവിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ ടിപ്പുവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ വാളും കുതിരയും ഒക്കെ അതൊക്കെ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ സൃഷ്ടി തന്നെയാണ്. അപ്പൊ പിന്നീടുള്ള ജനങ്ങൾക്ക് ടിപ്പു അത് ചരിത്രം അങ്ങനെയാണ്. ആദ്യകാലങ്ങളിലുള്ള ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇട്ട് ആരൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ, അവർ ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നും പരാജയം അനുഭവപ്പെട്ടിട്ടുണ്ടോ, ആ ചരിത്രങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരുന്ന ആ ഒരു ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ആ ഒരു ടീമിൽ. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വിജയം. പിന്നീട് നമ്മുടെ ഇന്ത്യയെ മൊത്തത്തിൽ അങ്ങോട്ട് കട്ടുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും സത്യം തന്നെയാണ് എന്ന് ഉറപ്പായി. കാരണം അക്കാലങ്ങളിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ വജ്രങ്ങളും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള പേളുകളും ഇങ്ങനെയുള്ള വിലമതിക്കാനാകാത്ത ആ ഒരു സമ്പത്ത് തന്നെയാണ് ബ്രിട്ടീഷ് ആ ഒരു ആളുകളൊക്കെ ഇവിടെ നിന്നും കൊള്ളടിച്ചു കൊണ്ടുപോയത്. അതുവഴി ഇപ്പോൾ ടിപ്പു സുൽത്താന്റെ വാൾ പ്രത്യക്ഷത്തിൽ വന്നിരിക്കുന്നു. അപ്പൊ ടിപ്പു ധീരനായിട്ടുള്ള ഒരു യോദ്ധാവ് തന്നെയാണ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു ന്യൂസ് തന്നെയാണ് ഇപ്പോൾ ടിപ്പുവിന്റെ ആ ഒരു വാള്. ഒരു രാജാക്കന്മാരുടെ വാളും ഇതുപോലെ കോടികൾ വിലമതിക്കുന്ന രൂപത്തിൽ അതിനെ ലേലം ചെയ്തതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. പല രാജാക്കന്മാരും അവർ സൈന്യങ്ങളെയൊക്കെ ഉപയോഗിച്ച് ആ സൈന്യത്തിന്റെ ആ ഒരു മിസൈലിലും അതുപോലെ തന്നെ തോക്കിലും ഒക്കെ വലിയ അഗ്രഗണ്യന്മാരായിട്ട് രാജ്യങ്ങൾ പിടിച്ചെടുത്ത ആ ഒരു ചരിത്രമാണ് നമ്മളൊക്കെ വായിച്ചിട്ടുള്ളത്. പക്ഷേ വാള് കൊണ്ട് വെട്ടിപ്പിടിച്ച ടിപ്പു സുൽത്താന്റെ ആ വാൾ ലേലത്തിൽ വെച്ച് വിൽപ്പന നടത്തി ലണ്ടനിൽ കോടികൾ വാരിക്കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ അഭിമാനിക്കാം, അല്ലെ? കാരണം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പുത്രൻ തന്നെയാണ് ടിപ്പു സുൽത്താൻ. അപ്പോ ഇന്ത്യയുടെ ആ ഒരു ധീര യോദ്ധാവ്, മൈസൂരിന്റെ കടുവ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ മൈസൂരിൽ ആ കടുവയുടെ ഒരു ചിത്രം പോലും മൈസൂർ കോട്ടയുടെ ഉള്ളിൽ ഞാനും കണ്ടിട്ടില്ല. അപ്പൊ അവിടെയും കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ കൃത്യമാണ്. അപ്പൊ മൈസൂരിന്റെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് മൈസൂർ കോട്ട, അത് ടിപ്പു സുൽത്താന്റെ കോട്ടയാണ്. ഹൈദരലി പിടിച്ചെടുത്ത ആ കോട്ട തന്നെയാണ്, ഹൈദരലി ഭരിച്ചിരുന്ന ആ കോട്ട തന്നെയാണ് ടിപ്പുവിന്റെ കയ്യിലുള്ള കോട്ട എന്നുള്ള ആ ഒരു ചരിത്രമാണ് നമ്മളൊക്കെ വായിച്ചിട്ടുള്ളത്. പക്ഷേ ടിപ്പുവിന്റെയോ അതല്ലെങ്കിൽ ഹൈദരലിയുടെയോ ഒരു ചിത്രം പോലും ഈ പറയുന്ന കോട്ടയുടെ ഉള്ളിൽ ഇപ്പോൾ കാണാനില്ല. അപ്പൊ അത് മറ്റൊരു രൂപത്തിലായി മാറിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, കാരണം അത് പിന്നീട് വലിയ ഒരു ചർച്ച വിഷയമായി മാറും.
അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ അറിയപ്പെടാത്ത മലയാളികൾക്ക് കൃത്യമായിട്ട് ഞാനിപ്പോൾ ആ വിഷയം ഞാൻ പറഞ്ഞു തന്നത്. ഞാൻ ആ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ ടിപ്പുവിന്റെ ഒരു സംഭവം അവിടെ കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് എന്ത് തന്നെ എങ്കിലും ആയിക്കൂ പോകട്ടെ എന്ന് തന്നെയാണ് നമ്മളും ചിന്തിക്കുന്നത്. കാരണം കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറും എന്നുള്ള ആ ഒരു രീതിയുണ്ട്. അത് മനുഷ്യന്റെ ആ ഒരു സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ ചരിത്രങ്ങളൊക്കെ മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ആ ഒരു ചരിത്രങ്ങളാണ് ഇപ്പോൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ പണ്ട് 1992 ബാബരി മസ്ജിദിന്റെ സമയം, ആ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അതിനുശേഷം ഈ PDPയുടെ ചെയർമാൻ അബ്ദുൽ നാസർ മദനി പറഞ്ഞിരുന്നു, ഒരു കാലം വരും, ആ കാലം വരുമ്പോൾ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി തിരുത്തി എഴുതുന്ന രൂപത്തിലായിരിക്കും പ്രചരിപ്പിക്കുക എന്ന്. അപ്പോൾ PDPയുടെ ആ ഒരു ചെയർമാൻ പറഞ്ഞ വാക്കുകൾ ഇന്നും അത് കരിങ്കല്ലിൽ കൊത്തിയ രൂപത്തിൽ തന്നെ കേരള ജനത മനസ്സിലാക്കിയിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെ. അപ്പം മദനിയുടെ വാക്കുകൾ ഒന്നും പാഴായി പോയിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മദനിയുടെ ഓരോ പ്രസംഗങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ആ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടി പറഞ്ഞ വ്യക്തികളിൽ ഒരാളാണ് മദനിയും എന്ന് തന്നെ ഈ അവസരത്തിൽ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. എന്തായാലും ഇത്രയും നേരം എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, ഇപ്പൊ 2 ദിവസമായി ഞാൻ ലൈവിലൊന്നും വരാറില്ല. കാരണം തിരക്കിട്ട 1-2 കാര്യങ്ങളിൽ ഇടപഴകി അങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ കാര്യം ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. അതിന്റെ തിരക്കിട്ട ആ ഒരു പണിയിലാണ്. ജീവിക്കണ്ടേ മനുഷ്യനല്ലേ. അപ്പൊ നമ്മള് ഗൾഫ് പ്രവാസ ലോകത്തിൽ നിന്നൊക്കെ വന്നപ്പോ പിന്നീട് നമുക്ക് ഈ നാട്ടിൽ പല കാര്യങ്ങളും ചെയ്തു നോക്കിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. കൊറോണയുടെ ആ കാലഘട്ടമൊക്കെ ആയപ്പോഴായിരിക്കണം വിജയിക്കാതെ പരാജയത്തിലേക്ക് പോയി. പിന്നീട് ഒരുപാട് പല രൂപത്തിലും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്തു നോക്കിയെങ്കിലും അതൊന്നും സക്സസ് ആയില്ല. അപ്പൊ അങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ വീണ്ടും ഞാനൊരു പുതിയ തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ഈ എളിയവന്റെ കൂടെയും ഉണ്ടാകണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബൈ.